ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് നമ്മുടെ വിക്രമും വേദയും കൂടെ തെളിവുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു. അങ്ങനെ വിക്രം ദാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ മാനേജറെ നമ്മുടെ ജോസഫും അജയനും കൂടെയൊക്കെ പൊക്കി കൊണ്ടുവരുന്നതാണ്. കാറിൽ കയറ്റി കൊണ്ടുവന്ന് മുഖംമൂടിയൊക്കെ ഇട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ വിക്രമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷമാണ് മുഖംമൂടിയൊക്കെ അഴിച്ചു മാറ്റുന്നത്. വിക്രമിനെ കണ്ടതേ ആകെ ഒരു പകച്ചു. പക്ഷേ വിക്രം ആ പകച്ച മാറ്റുന്നതിന് മുമ്പ് തന്നെ ഒരെണ്ണം പുള്ളിക്ക് ഒരെണ്ണം അങ്ങ് കൊടുത്തിട്ടുണ്ട്. അയാൾ ആകെ ഒരിതായി. അപ്പോൾ എന്നിട്ട് സത്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം മണി പോലെ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. കാരണം ഇനി പറയാതിരുന്നാൽ വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ലപോലെ വാങ്ങിച്ച് പിടിക്കേണ്ടി വരുമെന്നൊക്കെ നല്ല പോലെ അറിയാം. അങ്ങനെ അയാൾക്കിട്ട് നല്ല പോലെ കൊടുത്തിട്ട് ജോസഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തുന്നത് വരെ ഇയാൾ ഇനി പുറത്തിറങ്ങരുത്, അതിന് വേണ്ടതൊക്കെ ചെയ്തോളാൻ പറയാം. അങ്ങനെ രണ്ടുപേരെയും കൂടി അവനെ തൂക്കിയെടുത്ത് അകത്ത് കൊണ്ടുപോയി ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മുടെ സുഭാഷ് മാനേജറിൻ്റെ അടുക്കലാണ്. അദ്ദേഹത്തെ നല്ലപോലെ വേണ്ട വിധത്തിൽ നമ്മുടെ വിക്രം കാണുന്നുണ്ട്. കണ്ട് നല്ല സമ്മാനങ്ങളൊക്കെ കവളത്ത് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം മണി പോലെ എല്ലാ കാര്യങ്ങളും പണം എവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വള്ളി തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കറക്റ്റാക്കിയതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ വിക്രമിനെ കാത്തിരിക്കുകയാണ്. ആ സമയം വിക്രം ഇങ്ങനെ വരികയാണ്. വിക്രം വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെയാണ് നിൻ്റെ ചേട്ടൻ്റെ ഓഫീസിലാണ് സംഭവം ഇരിക്കുന്നത്, പക്ഷേ അവിടുത്തെ ലോക്കറിനകത്താണ്, അതിൻ്റെ നമ്പർ ഒന്നും അറിയില്ല, അതിനിപ്പോൾ എന്ത് ചെയ്യും, അതെങ്ങനെയെങ്കിലും പറഞ്ഞ് അറിയാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് അറിയാനൊന്നും കഴിയത്തില്ല, കാരണം എനിക്ക് അറിയാമെന്നുള്ള കാര്യം ഇനി ഞാൻ വേറെ ആരുടെ അടുത്താണ് പോയി ചോദിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ വിക്രം ചോദിക്കുന്നത് അതെന്താ മനസ്സിലായില്ല. അല്ല, എനിക്കും അച്ഛനും ശ്രീയേട്ടനും മാത്രമേ ആ ലോക്കർ അതിൻ്റെ നമ്പർ അറിയത്തുള്ളൂ, പിന്നെ ഇതുവരെ ഉള്ളത് അങ്ങനെയായിരുന്നു, ഇനിയിപ്പം മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ വിക്രം ചോദിക്കുന്നത് അതൊന്ന് പറഞ്ഞതാ, ഞാൻ എന്തായാലും പോയി നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നത് അത് കൊള്ളാലോ, അതെങ്ങനെയാണ് തനിക്ക് ഞാൻ പറഞ്ഞിരുന്നത്, അതൊന്നും ശരിയാവില്ല കേട്ടോ, സംഭവം എനിക്ക് ശ്രീയേട്ടനായിട്ടൊരു ശത്രുത ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും തന്നെ പോലെ ഒരാൾക്ക് പറഞ്ഞു തരാനൊന്നും പറ്റില്ല, ഒന്നുമില്ലെങ്കിലും കൊള്ളയടിക്കാൻ പോവുകയില്ലേ. അപ്പോൾ വിക്രം ചോദിക്കുന്നത് കൊള്ളയടിക്കാനോ, ഞാനിതിനെ കൊള്ളയടിക്കാൻ പോകുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ല കൊള്ളയടിക്കാൻ അല്ലെങ്കിലും താൻ അതിനു വേണ്ടിയൊക്കെ തന്നെയാണല്ലോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ പറയും എന്നെ കൂടെ കൊണ്ടുപോകണം. നിന്നെ കൂടെ കൊണ്ടുപോകണം, അതൊന്നും ശരിയാവുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ പറയുന്നത് എടി എരുമേ, നിന്നെ കൊണ്ടുപോകാൻ പറ്റിയ കേസൊന്നുമില്ല, നീ എന്താലോചിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വേദ പറയുന്നത് അതെ പോത്തെ, നിങ്ങൾ മാത്രം ചെന്ന് അതിൽ കുടുങ്ങുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ കുടുങ്ങാം എന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ രണ്ടുപേരും കൂടെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് പോകാൻ വേണ്ടി തരും. ശരി എങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും വരാനൊന്നും പറ്റില്ല, അതിന് കുറച്ച് മുൻകരുതലുകളൊക്കെ എടുത്താൽ മാത്രമേ പറയൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് വേദ വീട്ടിനകത്തോട്ട് കയറുകയാണ്. പിന്നെ കാണിക്കുന്നത് രണ്ടുപേരും കൂടെ മതിലെടുത്ത് ചാടുന്നതാണ്. ആദ്യം വേദ ചാടുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വിക്രം എടുത്ത് മതിൽ ചാടുകയാണ്. എന്നിട്ട് അങ്ങോട്ട് പോകുന്ന വഴി അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയുടെ ശ്രദ്ധ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിന് മുമ്പ് തന്നെ ഒരു കല്ലെടുത്തിട്ട് വേദ എടുത്തിട്ട് പറയുന്നുണ്ട് അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്, അതിനെ കുട്ടിക്കാലത്ത് മാങ്ങ എറിഞ്ഞെടുത്തതുപോലെ എറിഞ്ഞ് ആ ക്യാമറയെ തല്ലി പൊട്ടിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രമിൻ്റെ കയ്യിൽ ഒരു കല്ലെടുത്ത് കൊടുക്കണം, അതൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അടുത്ത സെക്യൂരിറ്റിയുടെ ഇത് മാറ്റാൻ വേണ്ടി പോവാണ്. ഇതെങ്ങനെ മാറ്റുമെന്ന് പറയുമ്പോൾ വേദം നോക്കുമ്പോൾ അടുത്തൊരു കമ്പ് കിടക്കുന്നുണ്ട്, നല്ലൊരു വടി, അതിനെ എടുത്ത് കൊടുത്തിട്ട് കൂടെ അയാളുടെ ഭാഗം നോക്കി നല്ലൊരു അടി കൊടുത്ത് അയാൾ 2-3 മണിക്കൂറത്തേക്ക് ബോധം കെട്ട് വീഴും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം ചെന്ന് അതൊക്കെ ചെയ്ത് രണ്ടുപേരും കൂടെ അകത്ത് കയറി വൈഫൈയുടെ ഇതൊക്കെ ഓഫ് ചെയ്യണം, കാരണം ക്യാമറയൊന്നും ഇതാവാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ നേരെ ചെന്നിട്ട് ലോക്കറിൻ്റെ നമ്പർ അടിച്ച് വേദ ലോക്കർ തുറക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ അവിടുത്തെ ഷെൽഫൊക്കെ തുറക്കുന്നു, ടേബിളൊക്കെ നോക്കുന്നുണ്ട്. ഇല്ല, അവസാനം ഒരു അലമാര ഇരിക്കുന്നുണ്ട്, അതിൻ്റെ കീ അതിലില്ല. അങ്ങനെ വേദ അതിന് മുകളിലൊക്കെ തപ്പിയൊക്കെ എടുക്കുമ്പോൾ കീ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് കീയൊക്കെ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ആ പണം അടങ്ങിയ ബാഗ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ ബാഗും എടുത്ത് വിക്രത്തിനെ വിളിച്ച് കാണിക്കുകയാണ്. അത് മാത്രമേ നമ്മളെ കാണിക്കുന്നുള്ളൂ. പിന്നെ അതെന്ത് സംഭവിച്ചെന്നോ എന്തൊക്കെയാണ് അവിടെ നടന്നതോ ആ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പിറ്റേ ദിവസം കോടതി കൂടുകയാണ്. വിശ്വത്തിനെ വിളിക്കുന്നുണ്ട്. വിശ്വം വന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്.
അത് കഴിഞ്ഞ് വേദ എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരാളെ കൂടെ ഒന്ന് ക്രോസ് വിസ്താരം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയും. അത് വേറെ ആരുമല്ല, ഈ പരാതി തന്ന ആളും ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനുമായ ശ്രീകാന്ത് ശങ്കരനാരായണനെയാണെന്ന് പറയും. അങ്ങനെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്ത് എഴുന്നേറ്റ് പോവുകയാണ്. അവിടെ ചെന്ന് നിന്നിട്ട് നമ്മുടെ വിക്രത്തിനെ ഒന്നിങ്ങനെ നോക്കണം. അപ്പോൾ വിക്രം ഇങ്ങനെ തലയാട്ടി ഒന്നിങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തോ കണ്ട് നമ്മുടെ ശ്രീകാന്ത് പകയ്ക്കുന്നുമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് കോടതിയുടെ അടുക്കൽ നിൽക്കുമ്പോഴത്തേക്ക് വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കേസുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതിൽ എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അഡ്വക്കേറ്റ് ചോദിച്ചു, ഇത് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് അഡ്വക്കേറ്റ് വേദ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ജഡ്ജി പറയും, അതിന് അവരിപ്പോൾ വിചാരണ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഒന്ന് ആവട്ടെ PP, അത് കഴിഞ്ഞിട്ട് പോരെ എന്നിങ്ങനെ ചോദിക്കണം. അല്ല, നിങ്ങളിപ്പോൾ ജൂനിയർ അഡ്വക്കേറ്റ് എന്നൊക്കെ വിളിക്കുന്നതൊക്കെ നിർത്തിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ട. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ വേദ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളിങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിച്ച് തുടങ്ങിയത്. ശ്രീകാന്ത് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രീകാന്ത് തൊഴുകൈകളോട് തന്നെ നമ്മുടെ ജഡ്ജിയോട് പറയുന്നുണ്ട്, സാർ, എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ കാണുമ്പോൾ വേദയ്ക്ക് ആകെ ഒരു അമ്പരപ്പ് തോന്നണം. എന്താ നിങ്ങളെന്താ കോടതിയെ കളിയാക്കണം, നിങ്ങൾക്ക് തോന്നുമ്പോൾ കേസ് കൊടുക്കണം, തോന്നുമ്പോൾ അത് പിൻവലിക്കണം, ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങോട്ട് എടുത്ത് ഫയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വേദ അവസാനം പറയുന്നുണ്ട്, പിന്നെ ഈ ഇരിക്കുന്ന പണം പോലീസിനെ കണ്ടെത്തി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുന്നത്. ആദ്യം ഇവിടെ വന്ന് ഒരു സാക്ഷി സത്യം പറഞ്ഞു, പക്ഷേ അതൊരിക്കൽ കള്ളം ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവിശ്വസിക്കുകയാണ് ചെയ്തത്. ആ സത്യാവസ്ഥ ആരും ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല, അതാണ് സംഭവിച്ചത് എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്തിൻ്റെ ഓഫീസിൽ മാനേജർ ഈ പണത്തിന് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നതും ശ്രീകാന്ത് അത് ലോക്കറിൽ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പ് നമ്മുടെ വേദ അവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെല്ലാം നമ്മുടെ ജഡ്ജിയെ ഏൽപ്പിക്കുകയാണ്. ജഡ്ജി അതെല്ലാം കണ്ട് എല്ലാം ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് വേദ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പണം ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ശ്രീകാന്ത് എന്ന് പറയുന്ന ഇദ്ദേഹം ഈ കേസ് പിൻവലിക്കാൻ കാരണം. പിന്നെ ശ്രീകാന്തിന് അതെവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല, അതാണ് പോലീസിൻ്റെ കയ്യിൽ അത് കിട്ടാതെ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഇത് അദ്ദേഹത്തിൻ്റെ ലോക്കറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റോർ റൂമിൽ തന്നെ അതവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ആ പണം അവിടെ കണ്ടെത്താൻ കഴിയാതെ വന്നു, ഇനി ചെന്ന് നോക്കിയാൽ മതി, അതവിടെ കാണുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദ നല്ല രീതിയിലൊക്കെ നല്ല പെർഫോമൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ജഡ്ജി ശ്രീകാന്തിനെ വഴക്ക് പറയുന്നുണ്ട്. നിങ്ങളൊരു ന്യായാധിപകൻ്റെ മകനല്ലേ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ കോടതിയെ പരിഹസിക്കുന്നത്, ഇത്ര അലക്ഷ്യമായിട്ടൊക്കെ പെരുമാറുന്നത്? കോടതിയോട് അലക്ഷ്യമായി പെരുമാറിയാൽ അതിൻ്റെ തെറ്റ് എന്താണ്, അതിൻ്റെ ശിക്ഷ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ എന്നിങ്ങനെ ജഡ്ജി ശ്രീകാന്തിനെ വിരട്ടുന്നുണ്ട്. ശ്രീകാന്ത് എന്ത് പറയണമെന്നറിയാതെ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് സംഭവിച്ചു പോയി തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ തൊഴുതു കൈകളോടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജഡ്ജി തിരിച്ച് നമ്മുടെ വിശ്വനാഥ്, അപ്പോൾ വേദ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തെറ്റുപോലും ചെയ്യാത്ത പാപം ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഈ ശ്രീകാന്തിൻ്റെ സഹോദരിയോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ കരുവാക്കിയതും ഇത്രയും ദിവസം ജയിലിലടച്ചതും. അപ്പോൾ അത് തെറ്റ് തന്നെയാണ് എന്ന് നമ്മുടെ വേദ അവിടെ വാദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജഡ്ജി വിശ്വത്തിനോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ നിങ്ങളോട് ചെയ്ത ഈ നീതിയില്ലായ്മയ്ക്ക് എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും ശിക്ഷ ഇദ്ദേഹത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളിത് പറയണം, പറഞ്ഞാൽ മാത്രമേ ശിക്ഷ കൊടുക്കണം, എന്തായിരുന്നാലും ഇദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ കോടതി പറയുകയാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ വിശ്വത്തിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം, വിശ്വം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അങ്ങനെ വിശ്വത്തിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ മറിമായങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അത് നമ്മുടെ വിക്രത്തിന് മാത്രമേ അറിയാവൂ. വേദയുടെ വിചാരം വേദ ആ പണം മാറ്റി വെച്ചതിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും അത് എന്താണ് എന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. അപ്പോൾ കമൻറ്റുകളും അറിയിക്കണം. അപ്പോൾ മറ്റൊരു ഇതിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.